മലയാളത്തിന്റെ സ്വന്തം മനസ്സിൽ മോഹൻലാൽ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരേ ഒരു ഓപ്പൺഹൈമർ തമ്മിൽ മത്സരിച്ച് അഭിനയിച്ച് മടുപ്പിച്ച സിനിമയാണ് നമ്മൾ ഇന്ന് വറക്കാനെടുത്തിരിക്കുന്നത്. ശ്രീമതി ശ്രീലു എബ്രഹാം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ശ്രീലു എബ്രഹാം തന്നെ അഭിനയിച്ച സിനിമ. ഒരു നിസ്സംശയം നമുക്ക് ഈ സിനിമയെ അനുമോദിക്കാം. പടം ആരംഭിക്കുന്നത് തന്നെ പിന്നാമ്പുറത്തെ ഒരു ടൈറ്റ് ക്ലോസപ്പിലൂടെയാണ്. അതേ സെന്തിൽ രാജാക്കണ്ണ്. പ്രത്യേകിച്ച് അങ്ങനെ ഈ സിനിമയിൽ ഒന്നുമില്ല, ഒരു കുരുത്തിനും പിടിച്ച വേഷം. അവിടേക്ക് അതാ നമ്മുടെ നായകന്റെ കടന്നുവരവ്. എനിക്കറിയില്ല, എനിക്ക് ഈ സിനിമ കണ്ടപ്പോ ഇങ്ങനെ മോഹൻലാലിനെ മനസ്സിൽ ധരിച്ചാണ് സിനിമയിൽ അഭിനയിച്ചതെന്ന് തോന്നിപ്പോയി. പുള്ളി 1% മോഹൻലാലാണ്. ഇദ്ദേഹം ഈ സിനിമയിൽ ഒരു വാണ നിരീക്ഷകനാണ്, ഐ മീൻ കാലാവസ്ഥ നിരീക്ഷകൻ. ക്യുമുലസ് ക്ലൗഡിന്റെ റൈറ്റ് എഡ്ജിലുള്ള ആ ബ്ലാക്ക് സ്പോട്ട് വരണമെന്നില്ല സാർ, പക്ഷെ ഇനി ഈ സിനിമയിലെ വാണ നിരീക്ഷകരെല്ലാം കോമഡിയാണ് ഗൈസ്. അവര് മഴ പെയ്യുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ പിന്നെ ആ നൂറ്റാണ്ടിലെ മഴ പെയ്യൂല. അവര് പെയ്യില്ലെന്ന് പറഞ്ഞാൽ അപ്പ മഴ പെയ്യുകയും ചെയ്യും. ഇരിക്കുന്ന ആളാണ് കളക്ടർ, പക്ഷെ കണ്ട മൊത്തത്തിലെ മാനേജറാണെന്നേ പറയും. ഇവരെ വാക്കും കേട്ട് മഴ പെയ്യൂലെന്ന് പറഞ്ഞ സ്കൂളിന് അവധി കൊടുക്കാതിരുന്നപ്പോഴേ അന്ന് ഇടിയും മഴയും പ്രളയം ഒന്ന്. എടാ വെതറൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരെ പണിന് നിങ്ങൾ വെറും കോമഡിയാക്കി കളഞ്ഞോളൂ ഇതിനകത്ത്. അപ്പൊ അതെ, ഇതാണ് നമ്മുടെ രവീന്ദ്രന്റെ സുന്ദരിയായ ഭാര്യ. പ്രൊഡ്യൂസർ കം നായിക കം എല്ലാം ഓൾ ഇൻ ഓൾ ആണ് ഈ സിനിമയുടെ. ഈ സിനിമയുടെ കഥ ഞാൻ ഒന്ന് ചെറുതായി വിവരിച്ചു തരട്ടെയോ? വളരെ സിമ്പിൾ ആണ്. ഇല്ലാത്ത ഭാര്യയുടെ അവിഹിതം പൊക്കാൻ നടക്കുന്ന ഒരു അധമനായ ഭർത്താവിന്റെ കഥ. പിന്നെ ഈ പടത്തിൽ അസീസ് നെടുമങ്ങാടുണ്ട്, ദുൽഖർ സൽമാൻ, സിദ്ദീഖ് ഉണ്ട്, ലഡു കുട്ടി എവിടെ പോണ്. ധ്യാൻ ഹൈമറിനെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ അടുത്ത കാലത്ത് ഷീലു എബ്രഹാം ഇറക്കിയ സിനിമകളെല്ലാം പൊട്ടി പാളീസായെന്ന്. അത് കാരണം പാവം ഒരു വീട് വരെ ജപ്തിയായി. ഞാൻ പറയുന്ന സിനിമ എടുക്കണ പൈസ ഉണ്ട് ധ്യാൻ ചേട്ടനും നിങ്ങളും കൂടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തൂടെ? നല്ല ലാഭമായിരിക്കും. സുഖസ് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആസീസ് ചേട്ടന്റെ ഭാര്യ വേറൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനെ തേച്ചിട്ട് ആ കഥയാണ് ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത്. ഈ സിനിമയിൽ അസീസിന്റെ വായന ഇത് വീഴുന്ന കാരണമാണ് ഇങ്ങനെ ഒരു സംശയരോഗിയായി മാറുന്നത്. സുഖസ് നമ്മുടെ രവീന്ദ്രനും ഫാമിലി ഭയങ്കര സ്നേഹത്തിലാണ്. നന്നായി ഭാര്യയും മോളെ കെയർ ചെയ്യുന്ന ഭർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഭാര്യ, എല്ലാ പ്രയോറിറ്റിയും ആദ്യം ഭർത്താവിന് കൊടുക്കുന്ന ഒരു ഭാര്യ. പിന്നെ കുട്ടിയാണെങ്കിലോ, കുട്ടി ഇച്ചിരി പെശകാണ്, തന്തേനൊരു വിലയിൽ ചോക്ലേറ്റ് കൊണ്ടുവരാൻ മാത്രം ചിരിക്കുമെന്ന്. ഇങ്ങനെ കുട്ടി തന്നെ ഇത്. ആ കാസ്റ്റിംഗ് അങ്ങനെ മാച്ച് ആയില്ല. അല്ലേ വേണ്ട, വെറുതെ ഞാൻ റേസിസം പറയണം. ചോക്ലേറ്റ് കിട്ടാൻ മാത്രം ഇങ്ങനെ ചിരിച്ചാൽ മതി കേട്ടോ. പിന്നെ അത് മതി. Now guys, just listen to some Anup G's special effect. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. ഇതില് രവീന്ദ്രേട്ടന്റെ ഭാര്യയുടെ പേര് ബിന്ദു എന്നാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പുറകെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പാടാൻ പറ്റിയ പാട്ട് ഇത് തന്നെ കറക്റ്റ്. അപ്പൊ ഗൈസ്, നമ്മുടെ എക്സ്പ്ലോസീവ് സ്റ്റാറിന് ഈ സിനിമയിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പുള്ളി ഒരു ഡെലിവറിക്കാരനാണ്. വീടിന്റെ കക്കൂസിന്റെ ഷീറ്റ് പോലും മാറ്റിയിട്ട് കൊടുക്കാൻ പൈസ ഇല്ലാത്ത അദ്ദേഹത്തിന് വീടൊക്കെ ഒന്ന് പുതുക്കി പറഞ്ഞ വീടിന്റെ ഫ്രണ്ടിൽ കാറ് മേടിച്ചിടണം എന്നാണ് ആഗ്രഹം. പാവം വർഷത്തിൽ 36 സിനിമ അഭിനയിക്കുന്ന ഇദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചപ്പോ ഏത് സെറ്റിലാണ് ഏത് പടത്തിലാണെന്ന് പോലും അറിഞ്ഞു കാണില്ല. വന്നു അഭിനയിച്ചു, അങ്ങേര് പോയി. പിന്നെ ഈ സെന്തിൽ രാജാക്കണ്ണും ഇദ്ദേഹവും തമ്മിൽ ചെറിയൊരു പോട്ടിയുണ്ട്. രണ്ടുപേരും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും എന്തോ ചെറിയ ഈഗോ ക്ലാഷ് ഒക്കെയാണ്. അതിലൊന്നും ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും അത്ര മനസ്സിലാക്കി വെച്ചോ. ഇനി രവീന്ദ്രൻ താമസിക്കുന്ന ഫ്ളാറ്റിലെ സെക്യൂരിറ്റിമാരാണ് ഇവര്. അവർ വരണവരെയും പോണവരെയും പേരൊന്നും കൃത്യമായിട്ട് എഴുതുന്നില്ല എന്ന്. ശരിക്കും ഈ പടത്തിന്റെ പ്ലോട്ടൊക്കെ നല്ലതായിരുന്നു ഗൈസ്. പക്ഷെ എടുത്ത് വന്നപ്പോഴത്തേക്കും ദോശ ഉണ്ടാക്കാൻ പോയിട്ട് ഉണ്ടാക്കി വന്നപ്പോൾ അത് ഇഡലി ആയി പോലെ ആയിപ്പോയി. ഷീലോ എബ്രഹാം വീട് വിറ്റെടുത്ത പടം ഇല്ലേ? എന്തായാലും പടം പൊട്ടി. ഇനി വാടക വീട് വിറ്റിട്ട് അതിന്റെ ബാക്കി കടം തീർക്കാം. ഗൈസ്, ഈ കളക്ടർ വിളിക്കുന്നത് എന്തിനാണെന്ന് അറിയാം? ഇവിടെ ഫ്ലഡ് ഉണ്ടായില്ലേ, അത് സംബന്ധമായി എന്തോ മാരകമായ ഫയൽ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ രവീന്ദ്രനും ടീമുമാണ്. അത് കൃത്യസമയത്ത് കിട്ടില്ലെങ്കിൽ മന്ത്രിസഭ ഒരു താഴെ വീഴുമെന്ന്. അതേസമയം നമ്മുടെ ഓപ്പൺഹൈമർ തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് 4C എന്ന് പറഞ്ഞ ഫ്ലാറ്റിലേക്ക് വരും. അതായത് നമ്മുടെ രവീന്ദ്രേട്ടൻ ഉള്ള ഫ്ലാറ്റിൽ അവന്റെ കാമുകി കാണാനായിട്ട് അവിടെ വരുന്നത് കേട്ടോ. പക്ഷെ ഫ്ലാറ്റിന്റെ നമ്പർ മാറ്റി രവീന്ദ്രേട്ടന്റെ ഫ്ലാറ്റിന്റെ നമ്പർ എഴുതി വെക്കും പിടിക്കാതിരിക്കാനേ. രവീന്ദ്രേട്ടന് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ അന്ന് മുതൽ രവീന്ദ്രേട്ടന്റെ ഭാര്യന് ഭയങ്കര സംശയം. എന്നിരുന്നാലും അദ്ദേഹം ഭയങ്കര ലിബറലായ വ്യക്തിയാണ്. ഭാര്യയോട് ദേഷ്യം വന്നാലും വളരെ മാന്യമായിട്ടൊക്കെ സംസാരിക്കൂ. സുഹൃത്തെ, എനിക്ക് ചേഞ്ച് വേണ്ട. എന്ത് ക്രിഞ്ചാടാ അത്. ഉള്ള പടക്കങ്ങളെല്ലാം കൂടി സിനിമയ്ക്കകത്ത് കയറി ഇരുന്ന് ക്രിഞ്ച് ഡയലോഗ് അടിച്ച് അവിയൽ ഉണ്ടാക്കി വെച്ച് എന്നിട്ട് അത് കൊണ്ടുപോയി തിയേറ്ററിൽ വിളമ്പേം ചെയ്യും. നമ്മൾ കാണണമല്ലേ. പെട്ടെന്നാണ് രവീന്ദ്രൻ നമ്മുടെ ഭാര്യയുടെ കഴുത്തിലൊരു പാട് ശ്രദ്ധിക്കുന്നത്. അതിന് കാപകം കൊടുത്ത വലിയ ഹിക്കിയും ആണെങ്കിലും. അപ്പൊ ഭാര്യ പറയുന്നത് ഹിക്കിയും മുക്കിയൊന്നും അല്ല. വല്ലപ്പോഴും അടുക്കളയുടെ പരിസരത്തൊക്കെ പറഞ്ഞു അവിടെ ഇരുന്ന് സ്റ്റാൻഡ് കയറി കഴുത്തി കൊണ്ടുവരണമെന്ന് പറയും. ഭർത്താവേ, അതങ്ങ് കഴുത്തിൽ കുത്തി കയറി പോയിരുന്നെങ്കിൽ. ഇടയിടെ എന്തിനാ ഇത്ര സംശയം? ഇത്രയും കമ്പനിയുള്ള ഭാര്യയുടെ അടുത്ത് ഓപ്പൺ ആയിട്ടൊരു സംശയം ഉണ്ടെങ്കിൽ അങ്ങ് തുറന്ന് ചോദിച്ചാൽ പോരെ. എന്തിനാണെന്ന് ഇങ്ങനെ സംശയിക്കണം? ഇല്ലാത്ത അവിഹിതം കണ്ടുപിടിക്കുക. അല്ല, അങ്ങനെ സംശയിക്കണല്ലോ, നല്ല കഥയുള്ളൂ. ഒന്നാതെ അതും ഷീലു എബ്രഹാമിനെ ആരെങ്കിലും സംശയിക്കും? അവരെല്ലാ സിനിമയിലും പാവമായ ഒരു വീട്ടമ്മയാണ്. ഒരു തെറ്റും അവർ ചെയ്യൂല. അനുപേട്ട 2 ഡയലോഗ് അങ്ങ് പറഞ്ഞാണ്. കേരളത്തിന്റെ കാലാവസ്ഥ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ ശേഖരിക്കുന്ന ഉപകരണങ്ങളാണത്. അങ്ങനെ സംശയം മൂർച്ഛിച്ച് നമ്മുടെ രവീന്ദ്രേട്ടൻ താഴെ CCTV പോയി നോക്കുമ്പോൾ അവിടെ അതാ നമ്മുടെ തൊപ്പി വെച്ച് ഓപ്പൺഹൈമർ ലിഫ്റ്റ് കയറി പോണ്. അതോടുകൂടി ഉറപ്പിച്ച് ഇവൻ നമ്മുടെ വീട്ടിൽ തന്നെ വന്ന ഭാര്യയ്ക്ക് അവിഹിതം പൊക്കണം. ഇത് കാരണം ടെൻഷൻ അടിച്ചിരിക്കുന്ന അനുപേട്ടനോട് ദൂരദർശനിൽ നിന്ന് വിളിച്ചിട്ട്
എന്നിട്ട് വെതർ റിപ്പോർട്ട് ചോദിക്കുമേ. അങ്ങേര് കൊണമെന്ന് പറയും ലക്ഷദ്വീപിൽ ഇടിയോടുകൂടി ഇളക്കം, ബംഗാൾ ഉൾക്കടലിൽ മോഹാലസ്യം, ആൻഡമാൻ ദ്വീപുകളിൽ ദാരിദ്ര്യം, എന്തൊക്കെയോ വെളിവില്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് അങ്ങേര് ഫോൺ കട്ടിയിട്ട് പോകും. സുഖേഷ് അവരുടെ ഓഫീസിൽ ഒരു മീറ്റിംഗ് കൂടുകയാണ്. നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് സിറ്റി കെട്ടാൻ പറയുകയാണ്. 2 ദിവസത്തിനകത്ത് മറ്റേ ഫയലില്ലേ അത് ക്ലിയർ ചെയ്തിട്ട് കളക്ടറെ കൊടുക്കണം, ഇല്ലെങ്കിൽ ആകെ പണി പാളുവന്ന്. പിന്നെ അനൂപേട്ടന്റെ ഒരു സാഡ് സോങ് ആണ്. ഭാര്യയ്ക്ക് അവീതം തെറ്റിദ്ധരിച്ച് ഒറ്റയ്ക്ക് നടക്കും, ഓഫീസിന് തൊഴിലും മാനം നോക്കി നിൽക്കും, മഴ പെയ്യുമ്പോ ജനലിന്റെ സൈഡിൽ കൂടെ എത്തി നോക്കും. ഓ പിന്നെ വലിയ ത്യാഗി തന്നെ. തട്ടുകടയിൽ പോയി ഒറ്റയ്ക്ക് കസേരിട്ട് അവിടെ ഇരുന്ന് ചായ കുടിക്കും. എന്തിനാ സ്റ്റെയറിലൊക്കെ വന്നിരിക്കണ? ഏതെങ്കിലും റെസ്റ്റോറന്റ് അപ്പൊ അതിനകത്ത് ഒരു തലയൊക്കെ വെച്ച് ഒറ്റയ്ക്ക് ഇരിക്കും. മഴയത്തെ കുടയെ പിടിച്ച് ഒന്നിക്കണം. രവി എണ്ണ നിങ്ങൾക്ക് എന്ത് വയ്യേ? ഭാര്യയുടെ അവീതം കൈയോടെ പൊക്കായിട്ട് രവി എന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കും. അങ്ങ് തിരുവനന്തപുരത്തേക്ക് പോണെന്നും പറഞ്ഞിട്ട് ഭാര്യയെ പറഞ്ഞ് പറ്റിച്ച് വീട്ടിൽ തന്നെ വേറെ ആരും കയറാത്ത ഒരു റൂമിൽ കയറി ഒളിച്ചിരിക്കും. ഭാര്യ വിളമ്പ് ദോശയൊക്കെ ഞൗടി കയ്യിലെടുത്ത് അതും വലിച്ചോണ്ട് ഒരു ഒറ്റ ഓട്ടം. എന്തിനാ ദോഷം ചുരുട്ടി കൊണ്ടുപോയ? ഓ ഭാര്യ വിളമ്പി വെച്ച് തിന്നെന്ന് പറയാൻ വേണ്ടിയായിരിക്കും അല്ലേ ഇത്രയൊക്കെ കാണിക്കുന്നത്. ആരുടെ ഇതിന്റെ സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതി വെച്ചാ ക്രിഞ്ച് എന്ന് പറഞ്ഞ ഐഫോൺ 17 Pro Max Ultra അമ്മാതിരി ക്രിഞ്ച് സാധനം. ഇനി തൊട്ടപ്പുറത്ത് റൂമിൽ കയറിട്ട് ഭാര്യ വിളിക്കും പറയും ഞാൻ അവിടെ ഞാൻ തിരുവനന്തപുരത്ത് പോയി എന്ന് പറയുമേ. അതേസമയം ആ ഫ്ലാറ്റിലേക്ക് വരികയാണ്. രവീന്ദ്രന്റെ ഭാര്യ ബിന്ദു താഴേക്കും പോകുന്നു. അപ്പൊ നമ്മുടെ ഓപ്പൺ ഹേമർ കാമുകിയെ കാണാൻ വേണ്ടി അതിനകത്ത് നിന്ന് കയറി കൊടുക്കുമേ. അപ്പൊ നോക്കിയപ്പോ അവളെ തന്ത അവിടെ മുണ്ടും മടക്കി കുത്തി നിൽക്കണ്. ഈ മൊണ്ണ അവളയച്ച മെസ്സേജ് നോക്കാതെ ഒരു ലോഡ് കമ്പി ഇട്ട് നേരെ അങ്ങോട്ട് നിന്ന് കയറി കൊടുത്തു. മീൻവെയിൽ നമ്മുടെ ബിന്ദുവച്ചിയുടെ അച്ഛനെ കാണാനായിട്ട് സഹോദരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ബിന്ദുവച്ചിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഇതാണ് ബിന്ദുവച്ചിയുടെ സഹോദരൻ. ഇവർ പ്രേമിച്ചാണ് വിവാഹം കഴിച്ചത്. രവിയേട്ടൻ അത്ര രസത്തിലല്ല വീട്ടുകാരുമായിട്ട്. സോ അതുകൊണ്ട് രവിയേട്ടനോട് പറയാതെയാണ് ഇവിടെ വരുന്നത് ബിന്ദു. അതേസമയം നമ്മുടെ പഴമേട്ട് വിചാരിക്കും ഭാര്യ വേറെ ഇടത്തിനൂടെ താരില്ലാത്ത സമയത്ത് ഇറങ്ങി പോയത്. എന്നിട്ട് ആദ്യം കൂട്ടുകാരനെ വിളിച്ച് പറയും എന്റെ പ്രേക്ഷകരെ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി ടിക്കറ്റ് വെച്ച സമയത്ത് തിയേറ്റർ ഉടമകൾ തന്നെ നിങ്ങളെ കളിയാക്കി ചിരിച്ചില്ലേ? തൊട്ടപ്പുറത്ത് നമ്മുടെ കൺവെൻഷൻ സ്റ്റാർ ആണ് മറ്റേ കാമുകിയുടെ അച്ഛൻ. അദ്ദേഹം നമ്മുടെ ധ്യാനനെ ഇടിച്ചൊരു മോയിലേക്ക് ഇരുത്തും. പണ്ടറടങ്ങ ഇടിച്ച സമയത്താണ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ തീർന്നില്ല. അഞ്ചരിക്കുന്ന ഒരു ലാൻഡ് മൈനാണ് ധ്യാനേട്ടൻ. ഡൈനാമൈറ്റ് ഒക്കെ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ സിനിമ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ധ്യാൻ ശ്രീനിവാസൻ. പിന്നെ കേസ് നമ്മുടെ വീട്ടിലിരുന്ന് ഏട്ടൻ തന്റെ ഭാര്യ വിളിക്കുമ്പോൾ ഭാര്യ പറയും ഞാൻ വീട്ടിലുണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ ഏത് വീട്ടിൽ എവിടെ? അപ്പൊ പറയും ഹാളിൽ ഇരിക്കണം എന്ന്. അതോടുകൂടി ഓർമ്മിക്കും ചതിച്ചവളല്ല. ഇനി അദ്ദേഹത്തിന് പുറത്തിറക്കണമല്ലോ. ഭാര്യ പോയപ്പോ വീട് പൂട്ടിട്ടാണ് പോയത്. അപ്പൊ അങ്ങനെ എന്നത് ട്രാപ്പായി. അരൂപൻ അൻപനായ അസീസ് പേട്ടൻ വന്ന് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മറക്കാവൂല. ആദ്യമൊക്കെ ഇങ്ങനെ അതിനകത്ത് കാലും പിരിച്ച് വെള്ളം അടിച്ച് കിടന്നങ്ങ് ഉറങ്ങും. അപ്പോഴാണ് അവിടെ ഒരു ടെസ്റ്റ് സംഭവിക്കുന്നത്. ഭാര്യ വീട്ടുകാരോട്ട് നേരെ ഫ്ലാറ്റിലോട്ട് വരും. അങ്ങനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് അസീസേട്ടനെ വിളിച്ച് പറയും. അസീസേട്ടൻ നേരെ വിളിച്ചു പറയടാ മൊണ്ണ എണീച്ച് ഓടറാ, നിന്റെ പെണ്ണുമ്പിള്ള ഒളിച്ചോടിയൊന്നുമില്ല, അവര് വീട്ടുകാരായിട്ട് ഫ്ലാറ്റിന്റെ മുമ്പ് നിൽക്കുന്നു. ഇതേ സന്ദർഭത്തിൽ തന്നെ തൊട്ട് അയൽവക്കത്തുള്ള ഒരു അമ്മൂമ്മ സ്റ്റെയറിന്റെ മുകളിൽ വീണ് മയ്യത്താകും. അപ്പോഴാണ് സിനിമയിലേക്ക് ഒറിജിനൽ റിയൽ ലൈഫ് രവിയുടെ എൻട്രി. മേജർ രവി. അദ്ദേഹം ഇതിലൊരു പോലീസുകാരനാണ്. ധ്യാനേട്ടന്റെ അമ്മ ധ്യാനേട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ട് പരാതി കൊടുക്കും. പിന്നെ നമ്മുടെ രവീന്ദ്രനെ കാണാതെ കൊണ്ട് ആകെ മൊത്തം പ്രശ്നമായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുരുത്തുരുമ്പ് വിളിച്ച് ഷീലു എബ്രഹാമിനോട് ചോദിക്കും ഭർത്താവ് എവിടെ പോയി പെണ്ണുപിള്ളേ? അങ്ങേരി പോയല്ല, അങ്ങേരി തിരുവനന്തപുരത്ത് പോയി എന്ന് പറയും. ലവ് ഇത് മനസ്സിലാക്കി അങ്ങേരി മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കി ഉടനെ നേരെ ഇതെടുത്ത് ന്യൂസിലിടും. ഫ്ലാറ്റിലാണെങ്കിൽ നിറച്ചാൾ അപ്പുറത്തെ മരണ വീട്ടിലെ ആൾക്കാരെ കൂടെ അവിടെ സ്ഥലമെല്ലാം പറഞ്ഞ് ഈ ഫ്ലാറ്റിനകത്ത് കുത്തിക്കയറിയിരിക്കുകയാണ്. ഒടുവിൽ എങ്ങനെയെങ്കിലും സർക്കാരിന് സമർപ്പിക്കാനുള്ള ആ ഫയലെങ്കിലും എങ്ങനെയെങ്കിലും പുറത്തെടുക്കാൻ വിചാരിക്കുമ്പോഴേ കഥകിന്റെ അടിയിലൂടെ പുറത്തിട്ട ഫയൽ ഒരു അമ്മച്ചി ചവിട്ടിയകത്താക്കും. അപ്പോഴേ രവീന്ദ്രനെ കാണാൻ ന്യൂസ് ടിവിയിൽ അങ്ങേരൊരു വലിയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ ആളാണല്ലോ. ഓ അവൻ നിന്ന് ചിരിക്കുകയാണ്. എടാ നാശം പിടിച്ചവനെ. പിന്നെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് മേജർ രവി അവിടെ വന്ന് 2 ടാങ്കി ഒരു ബയ്യോ ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ശരി. അന്നേ ദിവസം രാത്രി ഇനി റൂമിൽ ഇരുന്ന കക്കൂസി പോലും പോകാൻ പറ്റില്ലെന്ന് മനസ്സിലായ രവീന്ദ്രൻ വീട്ടിൽ നിന്ന് ചാടാൻ നോക്കുമ്പോൾ അറിയാതെ കൈതട്ടി ഒരു സാമാനം താഴെ വീഴുമ്പോൾ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ഒരു പൈപ്പിലേക്ക് തൂങ്ങി ചാടി തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ വരുമേ. അവിടെ വരുമ്പോ ദാ പടക്കം നനഞ്ഞിരിക്കണ്. ഈ സിനിമയിലെ ആദ്യമേ തന്നെ വായിൽ തുണി തിരിവി ധ്യാനേട്ടനെ കെട്ടിയിട്ടതുകൊണ്ട് അഴിച്ച ആശ്വാസം. അല്ല എന്തായാലും കെട്ടിയിട്ടത് കൊണ്ട് ഈ പടം പൊട്ടാൻ കയറുന്നത് ധ്യാനേട്ടനാണെന്ന് ഞാൻ പറയൂല. ഒരൊറ്റ വാക്കിൽ ഞാൻ ഈ പടത്തെ പറ്റി പറയട്ടെയോ, ത്രികോണ ബോംബ്, ഉറക്കെ ശബ്ദം, ഉഗ്രവി സ്ഫോടനം. എനിവേ ഗൈസ് ഞാനൊരു കാര്യം പറഞ്ഞോ, ഈ ഷീലു എബ്രഹാം എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്നത്? ഉറക്കം കഴിച്ചു വന്നാലും മീൻ വെട്ടിക്കൊണ്ടിരുന്നാലും അവരെപ്പോഴും ഒരേപോലെ നല്ല സുന്ദരിയാണ് സിനിമ. എന്താ ഒരു കൺസിസ്റ്റൻസി അല്ലേ? നമ്മുടെ ധ്യാന രവീന്ദ്രനെ കൂടെ ഒരു പ്ലാൻ ഇടും. എന്തായാലും ഇവനെ കൊണ്ടുപോകാനായിട്ട് ഇയാൾ തിരിച്ചു വരുമല്ലോ. അതാ അപ്പോ അവിടെ കൺവിൻസിംഗ് സ്റ്റാറിനെ മേജർ രവി ഒന്ന് പിടിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ധ്യാനട്ട് സേഫ്. പിന്നെ നേരത്തെ ഒരു അമ്മ മരിച്ചില്ലേ, ധ്യാനട്ടനെ പിടിക്കാൻ വേണ്ടി ഇയാളിട്ട് ഓടിച്ചപ്പോഴത്തേക്ക് അമ്മൂമ്മനെ തള്ളിയിട്ട് കൊന്നത് ഇയാളാണ് കേട്ടോ. എടാ എന്തിനാ അമ്മൂമ്മനെ ഒരു കാര്യമില്ല സിനിമയിൽ കൊന്ന? മീൻ വേല അതിനിടെ കൂടെ നമ്മൾ അസീസ് നെടുമങ്ങൽ ഒരു പരത വാങ്ങിച്ചിട്ട് നമ്മുടെ ഏട്ടനെ കടത്തുകയാണ് ഗൈസ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നേരെ വീട്ടിനകത്ത് വന്ന് ഭാര്യനെ കൊഞ്ചിരിക്കാന്ന് വിചാരിക്കുമ്പോഴേ ബുദ്ധിമതിയായ ഭാര്യയെ തന്റെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് അദ്ദേഹത്തിന് നല്ല വ്യക്തമായി ബോധ്യമായി. പിന്നെ നമ്മുടെ ധ്യാനേട്ടൻ ചെന്നൈക്ക് പോകണേണ്ട ഗൈസ്. തന്റെ കാമുകി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. സിനിമ തിരയാകുമ്പോൾ ആമസോണിൽ നിന്ന് ഒരു പാഴ്സൽ വരും. അതിനകത്തൊരു ഒളി ക്യാമറയാണ്. ഭാര്യയുടെ കുളിമുറി വയ്ക്കാനായിരിക്കും.
ഈ സിനിമയിൽ ആകെ അസീസ് മാത്രമാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ധ്യാൻ ചേട്ടനെ പറയണ്ടല്ലോ, പുള്ളിയുടെ സ്ഥിരം സാധനമാണ്. അനൂപേട്ടനൊക്കെ എന്ത് വെറുപ്പീരാണ് അനൂപേട്ട. പിന്നെ ആരൊക്കെയോ അഭിനയിക്കുന്നുണ്ട്, വഴിയെ പോണവരും വരണവരൊക്കെ ചുമ്മാ അഭിനയിക്കുന്നുണ്ട്. പിന്നെ മേജർ രവി സാറ്, അങ്ങേക്ക് ഇപ്പം വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഷീലു ഇബ്രാഹിമും ഭർത്താവും കൂടി ഒരു വർഷത്തെ 5-6 സിനിമയൊക്കെ ഇറക്കി അങ്ങ് പൊട്ടിക്കും ഗൈസ്. എത്രയോ കഥയും കയ്യിൽ വെച്ച് പ്രൊഡ്യൂസറെ കിട്ടാതെ തെണ്ടി നടക്കുന്ന അടിപൊളി പയ്യന്മാരുള്ള നാടാണ്. ഇവർക്ക് അവരെന്ന ഒരു കഥ വാങ്ങിച്ച സിനിമ ചെയ്താൽ അവർ രക്ഷപ്പെടും, ഇവർ രക്ഷപ്പെടും. എന്തിനും ഇങ്ങനത്തെ തൊല്ലി സിനിമകളൊക്കെ എടുത്ത് വെക്കണെന്തോ. പിന്നെ ഞാൻ ഈ സിനിമ റോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ഒരു സഹായമാകട്ടെ എന്ന് കരുതി. എന്റെ റോസ്റ്റ് കണ്ടെങ്കിലും 5 പേര് ഈ സിനിമ OTT വന്നെന്ന് അറിയട്ടെ. സിനിമയുടെ OTTയുടെ ഫുൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. മാനസിക വിഭ്രാന്തി ഉള്ളവർ ആ സിനിമ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയി ഒന്ന് കണ്ടോളൂ. എന്തൊരു നല്ല കേണി. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. Thanks. Love you.